അനേകം ജീവനുകൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെടുമ്പോൾ, കാട്ടാനയുടെയും കാട്ടുപോത്തിന്റെയും ആനയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണത്തിന് ഇരയായി അനേകം ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ സർക്കാർ എടുക്കുന്ന ഈ നിസ്സംഗത നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഒരു ജീവൻ പൊലിഞ്ഞു പോകുമ്പോൾ അതിന് പകരം കുറെ ധനസഹായം തരാമെന്ന് പറയുന്നതോ, അതുമല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് ജോലി കൊടുക്കാമെന്നോ പറയുന്നതോ ഇത് ആ പ്രശ്നത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പോകാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. കണക്കെടുക്കുമ്പോൾ നൂറുകണക്കിന് ജീവൻ ഒരു വർഷം കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ പൊലിയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ വളരെ പരാജയമാണ് എന്ന് നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്ന നല്ല സംവിധാനങ്ങൾ ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അതിന് സർക്കാർ തയ്യാറായ മതിയാവൂ എന്ന കർശനമായ നിലപാട് സർക്കാർ സംവിധാനത്തിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ട് നമ്മൾ ഇറങ്ങേണ്ടി വരുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ കൊല്ലപ്പെടുന്ന മനുഷ്യന്റെ എണ്ണം ദൈനംദിനം പെരുകുന്ന ഈ കൊച്ചു കേരളത്തില് അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്ന കാര്യത്തിൽ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയും സംസ്ഥാന ഗവൺമെന്റും അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ ദിവസവും നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്താൽ നിരവധിയായ ആളുകൾ കൊല്ലപ്പെടുകയും കൃഷിനാശം സംഭവിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ വനം വകുപ്പ് മന്ത്രി ജനങ്ങൾക്കൊരു ഭാരമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളുകളിൽ നമ്മുടെ ഈ സംസ്ഥാനത്തെ വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ ഒരു മനുഷ്യജീവൻ പോലും പൊലിയാതിരിക്കണം എന്നുള്ളതാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യത്താൽ കൃഷിയിടങ്ങളോ അതോടൊപ്പം മനുഷ്യജീവനോ യാതൊരുവിധ നഷ്ടവും സംഭവിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആണ് വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയും സംസ്ഥാന ഗവൺമെന്റും മുൻതൂക്കം കൊടുക്കേണ്ടത്. മൃഗശല്യം മൂലം കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ ഒരു ഭരണകൂടമുണ്ട്, മന്ത്രിയുണ്ട്, വനം വകുപ്പുണ്ട്, പോലീസുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാ സംവിധാനവും ഉണ്ടായിട്ടും ഇവിടുത്തെ പാവപ്പെട്ട കൃഷിക്കാരെ വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നത് തടയുന്നതിനോ അവർക്ക് സ്വസ്ഥമായി ജോലി ചെയ്ത് ജീവിക്കുന്നതിന് ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് കഴിയുന്നില്ല. സ്വന്തം കൃഷിത്തോട്ടത്തിൽ കാപ്പിക്കുരു പറിക്കാൻ പോയ സ്ത്രീയെയാണ് ഇന്നലെ കടുവ ഭക്ഷിച്ചത്. അതുപോലുള്ള നിരവധിയായ സംഭവങ്ങൾ, ആന ചവിട്ടിക്കൊല്ലുന്നു, കാട്ടുപന്നി കുത്തിവീഴ്ത്തുന്നു തുടങ്ങി എന്തെല്ലാം സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ സംസ്ഥാനത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നിയന്ത്രിക്കുന്നതിൽ യാതൊരുവിധ നടപടികൾ സ്വീകരിക്കാനായിട്ട് ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. നിയമസഭയിൽ വനംവകുപ്പ് മന്ത്രി വളരെ പുച്ഛത്തോടു കൂടിയാണ് വന്യമൃഗ ശല്യത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. കേരളത്തിലെ കൃഷിക്കാരെ സംബന്ധിച്ച്, പാവങ്ങളെ സംബന്ധിച്ച്, തൊഴിലാളികളെ സംബന്ധിച്ച് ഏറെ വേദനയുണ്ടാക്കുന്ന സന്ദർഭമാണ് ഈ സാഹചര്യം. യാതൊരു ഉത്തരവാദിത്വമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വനമന്ത്രി ഈ നാടിന് അപമാനമാണ്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറാകും. കേന്ദ്ര വന നിയമങ്ങളുണ്ട്, സംസ്ഥാന വന നിയമങ്ങളുണ്ട്. ഇതെല്ലാം വന്യമൃഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ലാതെ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഈ നിയമങ്ങൾ സംരക്ഷിക്കുവാനും നടപ്പാക്കുവാനും ഈ ഗവൺമെൻറ് തയ്യാറാകുന്നില്ലെങ്കിൽ ശക്തമായ സമരവുമായി പ്രതിഷേധവുമായി രംഗത്ത് വരാനായിട്ട് ഞങ്ങൾ തയ്യാറാകും. ദിനംപ്രതി മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷാവസ്ഥ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇന്ന് വനത്തിനുള്ളിൽ ജീവിക്കേണ്ട മൃഗങ്ങളെ നാട്ടുപ്രദേശങ്ങളിലും നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ വനത്തിലേക്കും കുടിയേറേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇന്നത്തെ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. കർഷകർക്ക് ജീവിക്കാനും അവരുണ്ടാക്കുന്ന കൃഷി സംരക്ഷിക്കാനും ഒരു വിധത്തിലും പറ്റാത്ത രീതിയിലാണ് ഇന്ന് വന്യമൃഗങ്ങളെ കൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ്. വനം വകുപ്പ് ഇതിന് കാര്യമായി തന്നെ വനത്തിനുള്ളിൽ ജീവിക്കുന്ന വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ സംരക്ഷിക്കാനും നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് വേണ്ട തീറ്റയും വെള്ളവും മറ്റുള്ള കാര്യങ്ങളും വനം വകുപ്പ് വനത്തിനുള്ളിൽ തന്നെ അവർക്കത് സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് പൊതുജനം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. തുറന്നുവിട്ട മൃഗശാലയായിട്ട് മാറി കേരളം. കാരണം യാതൊരു മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്നു, ആന കൃഷിയെ നശിപ്പിക്കുന്നു. ഒരുപാട് പ്രതിസന്ധി കൂടെയാണ് ഇപ്പോൾ കർഷകരും മാത്രമല്ല ജനങ്ങളും കഴിഞ്ഞുകൊണ്ടുപോയിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാനുള്ളത്, സർക്കാർ ഈ നിയമം ഒന്ന് മാറ്റി പൊളിച്ച് ചെയ്തേണ്ട കാലഘട്ടം കഴിഞ്ഞുപോയി. ഇതിനനുസരിച്ച് വേണം ഇനി സർക്കാർ മുന്നോട്ട് പോകാൻ. ജനങ്ങളെ
കാര്യങ്ങൾക്ക് നോക്കിയിട്ട് വേണം സർക്കാർ മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ നാട് നശിച്ചു പോകും. ദ്രോഹം ചെയ്യുന്ന മൃഗങ്ങൾ ഒരുപാടുണ്ട്. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് ദൂരം കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്ത ഒരാളാണ്. അപ്പോൾ ഒരു വന്യമൃഗങ്ങളെ ശല്യമൊന്നും എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും വന്യമൃഗങ്ങളെ ശല്യമാണ് ഉണ്ടാവുന്നത്. കടുവ കടിച്ചു കൊന്നു, കാട്ടുപോത്ത് കുത്തിക്കൊന്നു, ആന ചവിട്ടി കൊന്നു, ഇങ്ങനെ വാർത്തയാണ് ഇപ്പം മൊത്തം കേൾക്കുന്നത്. അപ്പം മനുഷ്യന് ദ്രോഹം ചെയ്യുന്ന എന്ത് മൃഗങ്ങളാണെങ്കിലും അവയെ കൊല്ലാനുള്ള നിയമം ഉണ്ടാക്കിയിരിക്കണം. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. മനുഷ്യന് ദ്രോഹം ചെയ്യുന്ന ഏത് മൃഗങ്ങളായാലും, മനുഷ്യ ജീവിതമാണ് വലുത്, മനുഷ്യൻ കഴിഞ്ഞിട്ടേ മൃഗങ്ങളുള്ളൂ. അപ്പം മനുഷ്യൻ്റെ ജീവനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ രീതിയിൽ മുന്നോട്ട് പോകണം. വന്യമൃഗശല്യം വളരെയധികം കൂടിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മൃഗശല്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായ നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. പണ്ട് കാലങ്ങളിൽ മനുഷ്യൻ മൃഗങ്ങളെ ആക്രമിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മനുഷ്യരെ മൃഗങ്ങൾ ആക്രമിച്ച് കൊല്ലുകയും ഭക്ഷിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളം പണ്ട് തന്നെ കൃഷിയിൽ പുറകോട്ടാണ്. പക്ഷേ കർഷകരെ സംരക്ഷിക്കാനും കൃഷി സംരക്ഷിക്കാനും മൃഗങ്ങളെ സംരക്ഷിക്കാനും ഗവൺമെൻറ് കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യ വന്യജീവി സംഘർഷം ഇന്ന് കേരളത്തിലാകെ ചർച്ചയായിരിക്കുകയാണ്. എന്നാൽ മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടോ എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം മനുഷ്യൻ വന്യജീവികളെ ഉപദ്രവിക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ വന്യജീവികൾ മനുഷ്യൻ്റെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി വന്നിട്ട് മനുഷ്യരെ ഉപദ്രവിക്കുന്നത് നാൾക്ക് നാൾ കൂടി വരികയാണ്. ഇന്ന് മലയോര മേഖലയിലെ ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് യാതൊരുവിധ സുരക്ഷിതത്വവും ഇല്ലാത്ത രീതിയിലുള്ള ജീവിതമാണ് മലയോര മേഖലയിൽ ഉള്ള ജനങ്ങൾക്കുള്ളത്. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും അതുപോലെ ജനപ്രതിനിധികളുടെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലുള്ള അറിവുപൂർവ്വം എല്ലാം നമ്മളെ ഗുരുതരമായി ഈ സ്ഥിതിവിശേഷത്തിൽ എത്തിച്ചിട്ടുണ്ട്. നമുക്കിന്ന് സുരക്ഷിതമായ ജീവിത സാഹചര്യം ഒരുക്കേണ്ട ഭരണാധികാരികൾ അത് നിറവേറ്റുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. മൃഗങ്ങൾ ഇതുപോലെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തന്നെ ആനയ്ക്ക് ആവശ്യമായ തീറ്റയും വെള്ളവും ഒന്നും വനത്തിൽ ലഭ്യമല്ലാത്തതുകൊണ്ടാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അശാസ്ത്രീയമായ വനപരിപാലനമാണ് ഇത്തരം മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന്, ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നതിന് മുഖ്യമായ കാരണം. ശാസ്ത്രീയമായി ഇതിനെ നിയന്ത്രിക്കുന്നതിനും ഇത്തരം മൃഗങ്ങൾക്ക് ആവശ്യമായ വെള്ളവും അതിൻ്റെ ആഹാരവും വനത്തിൽ തന്നെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം. വന്യമൃഗത്തിൻ്റെ ശല്യമുള്ള ഒരു നാട്ടിൽ ആണ് ഞാൻ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ഞങ്ങൾക്ക് വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഒരു സാധനം നടാനോ ഒന്നിനും സാധിക്കുന്നില്ല. ഇതിനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു സഹായവും കിട്ടുന്നില്ല. വയനാട് ജില്ലയിലെ കടുവയുടെ ആക്രമണത്തിൽ ഇന്നലെയാണെങ്കിൽ രാധചേച്ചി കൊല്ലപ്പെട്ടിരിക്കുന്നു. സർക്കാർ അമ്പപരാജയമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു വിധത്തിലുള്ള ഒരു മുന്നോട്ടും പോകുന്നില്ല. കടുവയെ പിടിക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് ജനങ്ങൾ ശക്തമായ സമരത്തിലോട്ട് നീങ്ങുകയാണ്. എന്നാൽ കടുവേനെ പിടിക്കാൻ വെടിവെച്ച് കൊല്ലാൻ സാധിക്കുകയില്ല, കൂട്ടിൽ കയറ്റണമെന്നൊക്കെയാണ് ഇവരിപ്പം ആവശ്യപ്പെടുന്നത്. കടുവ തന്നെയല്ല നമ്മുടെ മുഖ്യ വിഷയം. കുരങ്ങുകളെ ശല്യം, പിന്നെ മാനുകൾ ശല്യം, പന്നികൾ ശല്യം. ഒരു സാധനങ്ങൾ നട്ടാൽ കിട്ടാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ചേമ്പ് വരെ നട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാർ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളെ വളർത്തുകയും മനുഷ്യനെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പരിഹാരമായിട്ട് സർക്കാർ എന്തെങ്കിലും കണ്ടെത്തണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ്. വയനാട്ടിലെ കർഷക ജനത വന്യമൃഗ ജീവികളെ കൊണ്ട് വളരെ കഷ്ടപ്പെടുകയാണ്. സർക്കാർ ഒരു കാരണവശാലും ഇതിനൊരു പരിഹാരം കാണുകയോ ഒന്നും ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഞങ്ങളുടെയൊക്കെ ജീവിതം എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇതിന് സർക്കാർ ഒരു പരിഹാരം കണ്ടേ തീരുള്ളൂ. അത് അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് സർക്കാർ പറയണം.